PSC പഠനം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ മാത്രം ഈ ഒരു വീഡിയോ കാണുക. ഗവൺമെൻറ് ജോലി ആഗ്രഹമുള്ളവർ ഈ വീഡിയോ അവസാനം വരെ കാണുക എന്നുള്ള ഒരു അപേക്ഷയാണ് പറയാനുള്ളത്. ഇതൊരു പുതിയ തുടക്കമാണ്. നമുക്കൊരുമിച്ച് ഗവൺമെൻറ് ജോലി എന്ന് പറയുന്ന ആ ഒരു സ്വപ്നത്തിലേക്ക് ഒരുമിച്ച് നമുക്ക് മുൻപോട്ട് പോവാം. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ പറയുന്നത്. നോക്കാം. ആദ്യം നമ്മൾ ഒരു പരീക്ഷ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ അടിസ്ഥാന ക്വാളിഫിക്കേഷൻ എന്താണോ, അതിന് ഏതെല്ലാം പരീക്ഷകൾ എഴുതാൻ സാധിക്കുമോ അത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ആദ്യം. ഉദാഹരണത്തിന് ഒരു ഡിഗ്രി അല്ലെങ്കിൽ PG ഉള്ള ഒരാൾക്ക് നമുക്കറിയാം 10ാം ക്ലാസ് ലെവലുള്ള LGS പോലെയുള്ള പരീക്ഷ എഴുതാൻ പറ്റില്ല. അതുപോലെ തന്നെ 10ാം ക്ലാസ് യോഗ്യതയുള്ള ഒരാൾക്ക് ഡിഗ്രി ലെവലുള്ള പരീക്ഷ എഴുതാൻ പറ്റില്ല. ആദ്യം ഏത് പരീക്ഷയാണോ ഞാൻ എഴുതാൻ പോകുന്നത് ആ ഒരു ധാരണ ആദ്യം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും LDC, ഡിഗ്രി ലെവൽ, +2 ലെവൽ, 10th ലെവൽ, മറ്റു പ്രത്യേക തസ്തികകൾ. മറ്റു പ്രത്യേകത എന്ന് പറയുന്നത് പോലീസ് മേഖലയിലുള്ളത്, അതുപോലെ തന്നെ അധ്യാപക മേഖലയിലുള്ളത്, അങ്ങനെയുള്ള പ്രത്യേക കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞ് ആ ലെവലിലുള്ള ചില പരീക്ഷകളുണ്ടാവാം. പിന്നെ ബീറ്റ് ഫോറസ്റ്റ്, അതൊക്കെ ഒരു പ്രത്യേകതര സിലബസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കോഴ്സുകളാണ്. ഇനി അടുത്ത് നോക്കാം. സിലബസ് നോക്കുക എന്നുള്ളതാണ്. നമ്മൾ വൈഡായിട്ട് അവിടുന്ന് പഠിക്കുന്നതിന് പകരം സിലബസ് നോക്കുക. സിലബസ് അറിയാതെ എല്ലാം പഠിക്കാൻ ശ്രമിക്കരുത്. ആദ്യം ഏത് വിഷയങ്ങൾക്ക് എത്ര പ്രാധാന്യമുണ്ടെന്ന് എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. കേരളത്തെക്കുറിച്ച്, ഇന്ത്യയെക്കുറിച്ച്, ലോകചരിത്രം, ഭരണഘടന, ഭൂമിശാസ്ത്രം, അടിസ്ഥാന ശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, കറണ്ട് അഫെയർസ്, മലയാളം, മെൻ്റൽ എബിലിറ്റി. ഇതെല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്നതാണ്. ഇതാണ് നമ്മൾ ഈ ഒരു ചാനലിൽ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത്. അതും ഏറ്റവും സിമ്പിളായി നിങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ്. ഒരു ദിവസം അരമണിക്കൂർ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അരമണിക്കൂർ സ്പെൻഡ് ചെയ്താൽ ഒരാഴ്ച എത്ര സമയം കിട്ടും നിങ്ങൾക്കറിയാം. പഠിക്കുക മാത്രമല്ല, അതിൻ്റെ ഒരു ഫോളോ അപ്പ് നമുക്ക് ഇതിലൂടെ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് ക്ലാസ്സുകൾ കൃത്യമായി കാണുക, നോട്ടുകൾ എഴുതിയെടുക്കുക. ഒരു 20 ദിവസം നിങ്ങൾ ഈ ചാനലിനെ ഫോളോ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ. ഇത് ഒരു തുടക്കമാണ്, ഒരുമിച്ചുള്ളൊരു യാത്രയാണ്. അടുത്ത് നോക്കാം. ദിവസം ഒരു 2-3 മണിക്കൂർ മതി ആദ്യഘട്ടത്തിൽ. 1 മണിക്കൂർ പുതിയ ടോപ്പിക്ക് പഠിക്കാം, അരമണിക്കൂർ പഴയത് റിവിഷൻ ചെയ്യാം, 30 മിനിറ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം, 15-30 മിനിറ്റ് കറണ്ട് അഫെയർസ്. അപ്പോൾ പുതിയ ടോപ്പിക്ക് 1 മണിക്കൂർ പഠിക്കുന്നതിനപ്പുറം മുമ്പ് പഠിച്ച കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടണം, അതിനൊരു സോഴ്സ് വേണം. അതിനാണ് ഈ ചാനൽ. നമ്മൾ ഒരു 2 ക്ലാസ് കഴിഞ്ഞാൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ചെയ്ത് നോക്കുക എനിക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. എങ്ങനെയാണോ സാധാരണ നിങ്ങൾ 12,000, 20,000, 30,000 ഒക്കെ കൊടുത്ത് കോച്ചിങ് സെൻറ്ററിൽ പോകുന്നതിന് പകരമായിട്ട് വളരെ വ്യക്തമായി ഏതൊരു തുടക്കക്കാർക്കും പഠിക്കാവുന്ന രീതിയിലാണ് ഈ ക്ലാസ്സുകൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്. നമ്മൾ കാരണം ആരെങ്കിലും ഒരാൾ സർവീസിലെത്തിയാൽ അതാണ് ഈ ക്ലാസ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു ടോപ്പിക്ക് പഠിച്ചാൽ ഉടൻ 20-30 PSC ക്വസ്റ്റ്യൻസ് ചെയ്യുക. തെറ്റിയ ചോദ്യങ്ങൾ പ്രത്യേകം കുറിച്ച് വെക്കുക. ഇത് നമ്മൾ ചെയ്യും, കൃത്യമായിട്ട് ചെയ്യും. ഒരുപാട് ടോപ്പിക്കുകൾ ഉണ്ടാവില്ല ഒരു ദിവസം. മാക്സിമം 1 മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അടുത്ത് നോക്കാം. റിവിഷൻസ് ഇല്ലെങ്കിൽ പഠിച്ചത് മറക്കും. ഒരു ദിവസം കഴിഞ്ഞ്, ഒരാഴ്ച കഴിഞ്ഞ്, 1 മാസം കഴിഞ്ഞ് വീണ്ടും റിവൈസ് ചെയ്യുക. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മൊത്തത്തിൽ നമ്മൾ ചർച്ച ചെയ്യും, ഡിസ്കസ് ചെയ്യും.
അങ്ങനെയൊരു കൂട്ടായ്മയിലൂടെയാണ് ഈ ഒരു ക്ലാസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. തുടക്കക്കാർക്ക് ഏറ്റവും പ്രധാന ഉപദേശം, ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങി തുടങ്ങരുത്. ഒരു സിലബസ് കൂടെ ഒരു നല്ല പഠന സ്രോതസ്സ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, റിവിഷൻ, ഇതിൽ ഫോക്കസ് ചെയ്യുക. നമ്മൾ പല കാര്യങ്ങളും പല ബുക്കുകളൊക്കെ കിട്ടും നമുക്ക്. കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള ഒരു ചാനലായിരിക്കും ഷെഫി ക്ലാസ്സസ് എന്ന് പറയുന്നത്. വീണ്ടും പറയട്ടെ, തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. നമുക്ക് ഒരുമിച്ച് ഒരു തുടക്കമായിട്ട് നമുക്ക് പോവാം. ഒരു 6 മാസം കഴിയുമ്പോൾ നിങ്ങൾക്കിതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും. അതുപോലെ തന്നെ ഓരോ എക്സാം വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ ക്ലാസ്സിൽ പറയും. എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, ഏത് രീതിയിലാണ്. ഇത് തുടക്കക്കാർക്കാണ്. ഇനി കൂടുതൽ പഠിച്ച ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ചാനൽ അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്തോളൂ, അതൊന്നും പ്രശ്നമില്ല. ഇത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു സെക്ഷനാണ് ആരംഭിക്കാൻ പോകുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ഭാഗവുമായിട്ട് നമുക്ക് പോവാം. മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുക, എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.